അപ്പോൾ ഈ തിളച്ച വെള്ളം തന്നെ കുറച്ച് ഒഴിച്ച് വെക്കുക. ഈ ചൂടുവെള്ളത്തിൻ്റെ അകത്ത് ഒരു 10 മിനിറ്റ് ഒന്ന് കിടക്കട്ടെ. അപ്പം ഈ വെള്ളം തണുത്തിട്ടുണ്ട്. തണുത്തതിന് ശേഷം നമുക്കിതിങ്ങിട്ടെടുക്കും. ഇങ്ങനെ പിഴിഞ്ഞ് നമുക്ക് ഈ വെള്ളം കളയണം. കാരണം ഇതിൻ്റെ ഒരു ചെറിയൊരു കട്ട് പോലുണ്ട്. അത് കളയാനായിട്ടാണ് ഒരു ചീനച്ചട്ടിയോ കടായിയോ എന്തെങ്കിലും അടുപ്പത്തിട്ട് വെക്കുക. കുറച്ച് വെളിച്ചെണ്ണ കൊണ്ട് ഒഴിച്ച് കൊടുക്കുക. 1 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം, ഒരു 2-3 ഏലയ്ക്ക, ഒരു 3-4 ഗ്രാമ്പു, ഒരു കഷ്ണം കറുവാപ്പട്ട, വെളുത്തുള്ളി, ഇഞ്ചിയും കൂടെ, പച്ചമുളകും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കുക. 3 സവാള എടുത്തിട്ടുണ്ട്. ഇതേപോലെ ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് വഴക്കിയെടുക്കണം. ഒരല്പം കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിങ്ങനെ ഒന്ന് വകഞ്ഞ് വെക്കുക. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്. ഒരു 1.5 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അല്ല പഴുത്ത നമുക്ക് 2 തക്കാളി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ഒരു 2 മാഗി ക്യൂബ്സ് ഞാൻ ഇതുകൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇടുകയാണ്. ഇതുപോലെ ഒന്ന് പൊടിച്ചങ്ങോട്ട് ഇടും. നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ സോയ ചങ്ക്സ് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കും. ഈ ഗ്രേവിക്കകത്ത് നല്ലപോലെ മിക്സ് ചെയ്തിടും. നമുക്ക് ഈ കറിക്ക് ആവശ്യമുള്ള ചൂടുവെള്ളം കൂടി ഇട്ട് കൊടുക്കണം. ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കും. ഒന്ന് അടച്ചു കൊടുക്കും. സോയ ചങ്ക്സ് ഏകദേശം ഒരു 8 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കണം. ഇതിപ്പോൾ കറക്റ്റായിട്ടുണ്ട്. നമ്മുടെ പാകത്തിന് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് കൂടെ ഒന്നിരിക്കട്ടെ. നല്ല ടേസ്റ്റോട് കൂടി തന്നെ സോയ ചങ്ക്സ് കറി റെഡി ആയിട്ടുണ്ട്. ഇനി അടുപ്പം നിർത്താം. സോയ ചങ്ക്സ് വളരെ ചിലവ് കുറഞ്ഞ് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാവുന്ന ഒരു ഐറ്റമാണ്. ഈ കറി എന്തായാലും ശരി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും.